മണ്ണിന്റെ സ്വാതന്ത്ര്യവും തിരിച്ചറിവും ഉൾക്കൊണ്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് മരിയ ഷിജു. സാങ്കേതികതയുടെ മികവിൽ കുതിക്കുന്ന, കൗശലം കൊണ്ടും കരുത്തുകൊണ്ടും എന്തും വെട്ടിപ്പിടിക്കുവാനും കയ്യിലൊതുക്കുവാനും ശ്രമിക്കുന്ന ലോകമാണ് നമ്മുടേത്. എന്തും വെട്ടിപ്പിടിക്കുവാനുള്ള തത്രപ്പാടിനിടയിൽ കോടാലി വയ്ക്കപ്പെട്ട സദ്ഗുണങ്ങൾക്ക് ചരമഗീതം പാടുകയാണ് മനുഷ്യനിന്ന്. പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് തത്തിക്കളിക്കുന്ന പമ്പരവിഡ്ഢികളായ പച്ചപ്പരിഷ്കാരികൾ സമൂഹത്തിന്റെ സാംസ്കാരിക മാനത്തിന്റെ ചലനമാന്ദ്യത്തിനു മുൻപിൽ അന്ധത നടിക്കുന്ന ഈ നിർമ്മിത കാലഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങൾ യുവാക്കളുടെ മേൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തെ മുഴുവൻ വിരൽ തുമ്പിൽ പിടിച്ചുകെട്ടി വിനോദവും വിജ്ഞാനവും പകരുന്ന സമൂഹ മാധ്യമങ്ങൾ യുവത്വത്തിന്റെ നാനാതുറകളിൽ വൈരുദ്ധ്യമേറിയ പ്രതിഫലനമാണ് സൃഷ്ടിക്കുന്നത്. മുഖപുസ്തകത്തിന്റെ താളുകൾ അടച്ചുപൂട്ടലിന്റെ നാളുകളിൽ വിനിമയ സാധ്യത നീട്ടി യുവാക്കളുടെ സർഗശേഷികളിലൂടെ നന്മ പുറപ്പെടുവിച്ചത് നാം കണ്ടതാണ്. പല യുവ കൂട്ടായ്മകളിലൂടെ നന്മയുടെ ബലങ്ങൾ വിരിയിക്കാൻ സമൂഹ മാധ്യമങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം നന്മകൾ നാം കണ്ടു. എത്തരത്തിലാണ് യുവാക്കളുടെ സർഗശേഷികൾ ക്രിയാത്മകമായി വിനിയോഗിക്കപ്പെട്ടതെന്നും നാം ദർശിച്ചു. എന്നാൽ ഈ നാണയത്തിന്റെ മറുവശം നാം കാണാതെ പോകരുത്. നവീന സാങ്കേതികതയെ വിനിയോഗിച്ച് ഭാവിയുടെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വെമ്പുന്ന ഈ ലോകം ഭാവിയുടെ നിലനിൽപ്പിനെ കുറിച്ച് പാടെ വിസ്മരിച്ചിരിക്കുന്നു എന്നത് ഖേദകരം തന്നെയാണ്. മിഥ്യയായ ലോകങ്ങൾ സങ്കല്പിച്ച് അതിന്റെ മിഥ്യത്വത്തിൽ ഭ്രമിച്ചു പോയ യുവത്വം പുറം ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾക്ക് മുൻപിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച. ഈ അവസ്ഥയാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത്. വിനോദത്തിന്റെ ലോകത്തേക്ക് ആകസ്മികമായി ചെന്നുപെടുന്ന നവതലമുറ നമ്മുടെ സമൂഹത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന കരാള ഹസ്തങ്ങൾക്കെതിരെ പോരാടാൻ വിവശരായി തീർന്നിരിക്കുന്നു. സാമൂഹിക മാറ്റങ്ങളെ നിരീക്ഷിച്ചാൽ തന്നെയും ഭൗതികേതര മാനങ്ങളുടെ ചലനമാന്ദ്യം ദൃശ്യമാണ്. എന്നതുപോലെ തന്നെ ഏതൊരു നവീന വിവര സാങ്കേതിക വിദ്യയും തിരിച്ചടിയാകുന്നത് സമൂഹത്തിന്റെ സാംസ്കാരിക പതനത്തിനാണ്. വെറുപ്പും വിദ്വേഷവും ജാതീയതയും വർഗീയതയും ഉന്മൂലന ഭീഷണികളും ശക്തമാണ്. പച്ചമനുഷ്യരെ അടിച്ചുകൊന്നും ഗ്രാമങ്ങൾ ചുട്ടുചാമ്പലാക്കിയും കലാപങ്ങൾ ശക്തിയാർജിക്കുന്ന ഈ ഭീതിതമായ അന്തരീക്ഷത്തിൽ സമൂഹ മാധ്യമങ്ങൾ ലോക നന്മയ്ക്കായി എന്നതാകട്ടെ നമ്മുടെ മുദ്രാവാക്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.